Hi friends, welcome to my YouTube channel Nursing Aspirants. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്നലെ നടന്ന DHS സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു എക്സാം കഴിഞ്ഞായിരുന്നു അല്ലെ ജനുവരി 30-ന്. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അത് ജസ്റ്റ് ആൻസർ കീയും ആണ്. ആൻസർ കീക്കൊപ്പം എന്തുകൊണ്ടാണത് വന്നത് എന്നുള്ള ചെറിയൊരു എക്സ്പ്ലനേഷൻ കൂടി തരും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നിങ്ങൾക്ക് എത്ര മാർക്ക്, ഇപ്പൊ നിങ്ങൾ ഈ എക്സാം എഴുതിയ ഒരാളാണെങ്കിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് എക്സാമിൽ കിട്ടുമെന്ന് അറിയാൻ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പ്രൊവിഷണൽ ആൻസർ കീയോ ഒന്നും വന്നിട്ടില്ല. എന്റെ ഒരു അനാലിസിസിൽ ഞാൻ ജസ്റ്റ് വെരിഫൈ ചെയ്തിട്ട് ചെക്ക് ചെയ്തിട്ട് കിട്ടിയ ആൻസേഴ്സ് ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്തെങ്കിലും ഈ പറയുന്ന ആൻസേഴ്സിൽ കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് നമ്മുടെ പ്രൊവിഷണൽ കീ വരുമ്പോഴത്തേക്ക് അത് മാറ്റി കമന്റ്സിൽ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പരമാവധി ജസ്റ്റ് എത്ര മാർക്ക് കിട്ടും, ഏകദേശം എത്ര മാർക്ക് കിട്ടും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ കാണുക, കംപ്ലീറ്റ് കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനിയും തുടർന്ന് ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ ഇനിയിപ്പോ ഉടനെ DME വരുന്നുണ്ട്, PSIC ഒരുപാട് സ്റ്റാഫ് നഴ്സ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്, നഴ്സിംഗ് ഓഫീസേഴ്സിനുള്ള എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള തിയറി ക്ലാസ്സുകളും MCQ ഡിസ്കഷൻ ക്ലാസ്സുകളും ഒക്കെ ഞാൻ എന്റെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ അതും എഴുതാൻ മറക്കരുത്. ഓക്കെ, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. നമുക്ക് തുടങ്ങാമേ. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അതുപോലെ എടുത്തിട്ടുള്ളതാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് ഒന്നും വരില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അപ്പൊ നമ്മുടെ ഇതെന്ന് പറയുന്നത് കോഡ് എ ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ BO CO DO ആണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ക്വസ്റ്റ്യൻസും ഓപ്ഷൻസും എല്ലാം സെയിം തന്നെ ആയിരിക്കും, നമ്പർ മാത്രമേ വ്യത്യാസമായിട്ട് വരുള്ളൂ. ഓക്കെ, അതൊന്ന് അനുസരിച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് among the following drug cannot pass the blood brain barrier? എന്തായിരുന്നു ക്വസ്റ്റ്യൻ അർത്ഥം? ഇവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഉണ്ട് അല്ലെ, ബ്രെയിൻ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതില് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാത്ത ഡ്രഗ്സ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ്? അട്രോപ്പിൻ ഉണ്ട്, നോറഡ്രിനാലിൻ ഉണ്ട്, ടെട്രാസൈക്ലിൻ ഉണ്ട്, ക്ലോറാംഫെനിക്കോൾ ഉണ്ട്. ഇതിൽ നോറഡ്രിനാലിനാണ് എന്ത് ചെയ്യില്ല, ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ ക്രോസ് ചെയ്യില്ല. ഓക്കെ, അപ്പൊ അതാണ് കറക്റ്റ് ആൻസർ. നമുക്ക് ഞാനൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യാമേ ഫസ്റ്റ് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടല്ലോ. ഇതാണ് നോർ അഡ്രിനാലിനാണ് കറക്റ്റ് ആൻസർ. അതെന്ത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ് നോർ അഡ്രിനാലിൻ എന്ന് പറയുന്നത് കാറ്റക്കോളമൈൻ ആണ് കേട്ടോ. നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന കാറ്റക്കോളമൈനിൽ വരുന്ന ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്. എക്സാമ്പിൾ അതിന്റെ കൂടെ വരുന്ന ഡോപ്പമിൻ, എപ്പിനെഫ്രിൻ ഇതൊക്കെയാണ് കാറ്റക്കോളമൈൻസ് എക്സാമ്പിൾ. ഇതൊന്നും തന്നെ എന്ത് ചെയ്യില്ല, ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യില്ല. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. സെക്കൻഡ് വൺ, വിച്ച് among the following statement is correct about ലങ്സിനെ കുറിച്ച് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ലങ്സിന്റെ ലോബ്സും ഫിഷറും ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം റൈറ്റ് ലങ്ങിൽ 3 ലോബും ഈ ഫിഷർ എന്ന് പറയുന്നത് എന്താ, 2 ലോബുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു വിടവ് പോലെ വരുന്ന ആ ഒരു ഗ്യാപ്പ് ആണല്ലേ, അതിനെയാണ് ഫിഷർ എന്ന് പറയുന്നത്. അപ്പൊ 3 ലോബുകൾ ഉണ്ടെങ്കിൽ രണ്ട് ലോബിനെ കണക്ട് ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ 2 ഫിഷർ കാണുന്നുണ്ട് അല്ലെ. അപ്പൊ റൈറ്റ് ലങ്ങിൽ 3 ലോബും 2 ഫിഷറും, ലെഫ്റ്റ് ലങ്ങിൽ എന്താണ്, 2 ലോബാണുള്ളത് അപ്പൊ അല്ലേ. അപ്പൊ അവിടെ 1 ഫിഷർ ആണ് വരുന്നത്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, റൈറ്റ് ലങ് ഹാസ് 3 ലോബ് ആൻഡ് 2 ഫിഷേഴ്സ്. ഇതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ക്ലിയർ അല്ലേ? അപ്പൊ ഇനി അത് ബാക്കി വായിക്കണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോവാം, നിങ്ങൾക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതല്ലേ. അപ്പൊ നെക്സ്റ്റ്, ഗ്യാസ്ട്രിൻ ഫംഗ്ഷൻ ഓഫ് ഗ്യാസ്ട്രിൻ എന്താണ്, എവിടെ സെക്രീറ്റ് ചെയ്യുന്ന, നമ്മുടെ സ്റ്റോമക്കിൽ ഉള്ളതാണ് അല്ലെ ഗ്യാസ്ട്രിൻ. അപ്പൊ ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ എന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഗ്യാസ്ട്രിന്റെ ഫംഗ്ഷൻ എന്താണ്? ഗ്യാസ്ട്രിൻ എന്തിനാണ് സഹായിക്കുന്നത്? നമ്മുടെ മ്യൂക്കസൽ ഗ്രോത്തിനും ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിക്കും പിന്നെ ഗ്യാസ്ട്രിക് സെക്രീഷൻ, ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രീറ്റ് ചെയ്യാനൊക്കെയാണ് ഗ്യാസ്ട്രിൻ സഹായിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി, സ്റ്റിമുലേറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി. ഓപ്ഷൻ സി, സ്റ്റിമുലേറ്റ് ഗ്യാസ്ട്രിക് സെക്രീഷൻ ആൻഡ് മോട്ടിലിറ്റി. ഓക്കെ, നമുക്ക് പോയാലോ? ഈ 3 ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയല്ലോ അല്ലെ. ഇവിടെ നോറഡ്രിനാലിനാണ്. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹാസേസ് റൂൾ ഈസ് യൂസ്ഡ് ഫോർ. ഹാസേസ് റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അത് നമ്മുടെ പീഡിയാട്രിക്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. ടു ഫൈൻഡ് ഏജ് ഓഫ് ഫീറ്റസ് ഓർ ന്യൂബോൺ.
ഫീറ്റസിന്റെ അല്ലെങ്കിൽ ന്യൂബോണിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എത്ര വയസ്സായി അല്ലെങ്കിൽ എത്ര മാസം വളർച്ചയായി എന്ന് അറിയാൻ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടി അതിന്റെ ലെങ്ത് ഫീറ്റൽ ലെങ്ത് യൂസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അവിടെ ഏജ് കണ്ടുപിടിക്കുന്നത്. ആ ഒരു ടെക്നിക്കിനെയാണ് അല്ലെങ്കിൽ ആ റൂളിനെയാണ് എന്ത് പറയുന്നത് ഹാസേഴ്സ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫീറ്റൽ ലെങ്ത്. അവിടെ ഫീറ്റൽ ലെങ്ത് ഉപയോഗിച്ച് ഫീറ്റസിന്റെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഫിഫ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ആർ ട്രൂ അബൌട്ട് എപ്പിഫൈസിയൽ പ്ലേറ്റ്? എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എപ്പിഫൈസിസ് എന്ന് പറഞ്ഞാൽ ലോങ് ബോൺ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എപ്പിഫൈസിസ് ഡയാഫൈസിസ് അല്ലെ. അപ്പൊ ഇതിൽ എപ്പിഫൈസിയൽ പ്ലേറ്റ് അതിന്റെ പ്രത്യേകത അതിന്റെ ട്രൂ ആയിട്ടുള്ള ഫാക്ട്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ 4 ഫാക്ട്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഹയാലിൻ കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണ്. ഇത് നമ്മുടെ എപ്പിഫൈസിയൽ പ്ലേറ്റ് എന്ന് പറയുന്നത് ഹയാലിൻ കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം 1 ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പൊ ഇതിൽ 2 ഓപ്ഷൻ അവിടെ ഇപ്പൊ തന്നെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റും അല്ലെ. സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും ഇപ്പൊ തന്നെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, എലിമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് വൺ എയും സിയും ആണുള്ളത്. ഇനി 2 ആണോ 3 ആണോ കറക്റ്റ് ആണെന്നാണ് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ ഇറ്റ് ഇസ് ഫൗണ്ട് ഓൺലി ഇൻ എപ്പിഫൈസിസ്. എപ്പിഫൈസിസിൽ മാത്രമാണ് കാണുന്നത് എന്നാണ് എപ്പിഫൈസിയൽ പ്ലേറ്റ്. അടുത്ത് ഇറ്റ് ഇസ് ഫൗണ്ട് ബിറ്റ്വീൻ ഡയാഫൈസിസ് ആൻഡ് എപ്പിഫൈസിസ്. അതല്ലേ കറക്റ്റ്? ഡയാഫൈസിസിന് എപ്പിഫൈസിസിന് ഇടയിലായിട്ടല്ലേ എപ്പിഫൈസിയൽ പ്ലേറ്റ് കാണുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഏതാണ് ഓപ്ഷൻ കറക്റ്റ് വരുന്നത്? ഓപ്ഷൻ സി 1 and 3. ഓൺലി 1 and 3 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. കാരണം ഹയാലിൻ കാർട്ടിലേജ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ അത് കാണുന്നത് ഡയാഫൈസിസിന് എപ്പിഫൈസിസിന് ഇടയിലായിട്ടാണ്. നെക്സ്റ്റ് വൺ, ഇനോക്കുലേഷൻ. ഇനോക്കുലേഷൻ ഈസ് ദ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസ്. ഇതിൽ ഏത് ഡിസീസ് ആണ് ഇനോക്കുലേഷൻ എന്നുള്ള ടെക്നിക്ക് വഴി ട്രാൻസ്മിറ്റ്? ഇനോക്കുലേഷൻ നമ്മൾ എന്താണ് നമ്മുടെ വാക്സിനേഷൻ ഒക്കെ കൊടുക്കുന്നതിനാണ് ഇനോക്കുലേഷൻ നമ്മൾ പറയുന്നത് അല്ലെ. അതായത് ഇൻവേർഡ് ചെയ്ത് പോവുകയാണ് അല്ലെ. നമ്മുടെ സ്കിൻ വഴി പെൻട്രേറ്റ് ചെയ്ത് മസിൽസ് വഴി ഇൻവേർഡ് ചെയ്ത് പോവുകയാണ് അല്ലെ ഇനോക്കുലേഷൻ നടക്കും. തന്നിരിക്കുന്ന ഓപ്ഷനിൽ കോളറ എന്ന് പറയുന്നത് വാട്ടർ ബോൺ ഡിസീസ് അല്ലെങ്കിൽ ഫുഡ് ബോൺ ഡിസീസ് ആണ്. ആഹാരം വഴിയോ വെള്ളം വഴിയോ പടരുന്ന അസുഖമാണ്. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് നമ്മുടെ എയർ ഡ്രോപ്ലെറ്റ്സ് വഴി പകരുന്നതാണ്. റെസ്പിറേറ്ററി പ്രോബ്ലം ആണ്. ഗൊണേറിയ എന്ന് പറയുന്നത് STD ആണ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. ഇതിൽ ബി റാബിസ് മാത്രമാണ് എങ്ങനെയാണ് ഡോഗ് ബൈറ്റ് വഴി സലൈവ വഴി ഒരു ഇഞ്ചുറി ഉണ്ടായി അതുവഴി എന്ത് ചെയ്യുന്നു സ്കിന്നിന്റെ സർഫസിലൂടെ ഇൻവേർഡ് ചെയ്ത് ഇനോക്കുലേറ്റ് ചെയ്ത് ട്രാൻസ്മിഷൻ ചെയ്യുന്നത്, ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഇസ് ബി റാബിസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, antibody that provides natural passive immunity in newborn is. natural passive immunity എന്ന് പറയുമ്പോൾ അവിടെ maternal passive immunity എന്നും അല്ലെങ്കിൽ the child getting immunity from mother to child അല്ലെ, മദർ അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് നാച്ചുറൽ പാസീവ് ഇമ്മ്യൂണിറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയിൽ നിന്നും കുഞ്ഞിലോട്ട് കിട്ടുന്ന ഇമ്മ്യൂണിറ്റി എങ്ങനെയായിരിക്കും? പ്ലാസന്റ വഴിയും പിന്നെ ബ്രസ്റ്റ് മിൽക്ക് വഴിയൊക്കെ ആയിരിക്കും അല്ലെ ഇമ്മ്യൂണിറ്റി പവർ കിട്ടുന്നത്, ഇമ്മ്യൂണിറ്റി ആന്റിബോഡീസ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ഏത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആയിരിക്കും അങ്ങനെ കിട്ടുന്ന ആന്റിബോഡി? ഏത് ഇമ്മ്യൂണോഗ്ലോബുലിനായിരിക്കും? ദാറ്റ് ഈസ് IgA. AGA ആണ് ബ്രസ്റ്റ് മിൽക്കിലും പിന്നെ ട്രൂ പ്ലാസന്റയും ഒക്കെ കുഞ്ഞിന് കിട്ടുന്നത്. കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, വിച്ച് among the following is short curved or coma shaped bacteria? അപ്പൊ ഞാൻ മുന്നേ ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ കോമ ഷേപ്ഡ് വരുന്നത് ഏതാണ്? വിബ്രിയോ കോളറ. നമ്മൾ ഒരുപാട് പ്രാവശ്യം കേട്ട് പഠിച്ചതാണ് അല്ലെ. വിബ്രിയോ കോളറയ്ക്കാണ് കോമ ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ എന്ന് നമ്മൾ പറയുന്നത്, വിബ്രിയോ കോളറ. അപ്പൊ ഈസി ആയിട്ടുള്ള പോയിന്റ്സ് ആയിരുന്നു അല്ലെ. ഇതെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പഠിച്ച് നോക്കി വെക്കുന്ന പോയിന്റ്സ് ഒക്കെയാണ്. നെക്സ്റ്റ് വൺ, 9th ക്വസ്റ്റ്യൻ, which among the following is not true? അപ്പൊ ഈ ഒരു വേർഡ് ശ്രദ്ധിക്കുക, not true. Okay, not true as a guideline for specimen collection. സ്പെസിമെൻ കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം അല്ലെങ്കിൽ എന്താ പറയാ തെറ്റായിട്ടുള്ള കാര്യം ഏതാണെന്നാണ് ചോദിച്ചത്. ഏസെപ്റ്റിക് മാനറിലാണ് കളക്ട് ചെയ്യുന്നത്. പിന്നെ എന്താണ്? ഷുഡ് നോട്ട് കോസ് എനി ഹാം ടു പേഷ്യന്റ്. ഒരു പേഷ്യന്റിന് ഒരു ഹാം ഉണ്ടാക്കാൻ പാടില്ല. അതിൽ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. പിന്നെ മേക്ക് എവരി ആന്റി മൈക്രോബിയൽ ട്രീ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സ്പെസിമെൻസ് കളക്ട് ചെയ്തിരുന്നു. അതും ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ കണ്ടെയ്നേഴ്സിന്റെ അങ്ങ് ബ്രിമ്മ് വരെ, ഏറ്റവും മുകൾ ഭാഗം വരെ ബ്രിമ്മ് വരെ ഫ്ലൂയിഡ് യൂറിൻ ആയാലും ബ്ലഡ് ആയാലും എന്ത് തന്നെയാലും സ്പെസിമെൻ കളക്ട് ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ട് എടുക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? അവിടെ സ്പില്ലേജ് ഉണ്ടാകാൻ ചാൻസ് അല്ലെ, അവിടെ പുറത്തോട്ട് കളയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബ്രിം വരെ ഫ്ലൂയിഡ് സ്പെസിമെൻസ് കളക്ട് ചെയ്യാൻ പാടില്ല. സോ നോട്ട് ട്രൂ എന്ന് പറയുമ്പോൾ ആൻസർ സി ആണ് 9th ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, ഗ്യാസ് ഗാംഗ്രീൻ ഈസ് കോസ്ഡ്. ഗാംഗ്രീൻ പല ടൈപ്പ് ഉണ്ട്. ഗാംഗ്രീൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗാംഗ്രീനിൽ ഏറ്റവും ഗ്യാസ് ഗാംഗ്രീൻ എന്നുള്ളത് ഏത് മൈക്രോ ഓർഗാനിസം ആണ്? ക്ലോസ്ട്രീഡിയം പെർഫ്രിൻജൻസ്.
ഓക്കെ, ഓപ്ഷൻ ഡി ക്ലോസ്ട്രീഡിയം പെർഫിൻജൻസ് ആണ് അതിന്റെ പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് ടോക്സിൻസ് പ്രൊഡ്യൂസസ് ടോക്സിൻസ് ദാറ്റ് റിലീസ് ഗ്യാസ് ആണ് റിലീസ് ചെയ്യുന്ന ടോക്സിൻസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത് ഗ്യാസ് ഗാംഗ്രീൻ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് എന്താണ് ക്ലോസ്ട്രീഡിയം പെർഫ്രിഞ്ചൻസ് ആണ് കേട്ടോ, തെറ്റിപ്പോകരുത്. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, people seek public recognition, attention and power. This is an example of, അതായത് നമ്മുടെ സൈക്കോളജിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാവശ്യത്തെ എക്സാമിന് വന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ടോപ്പിക്സിൽ നിന്നൊക്കെ ആയിട്ട് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നത് അല്ലെ. നമ്മൾ എക്സ്പെക്ടഡ് ആയിട്ടുള്ള മെഡിക്കൽ സബ്ജക്റ്റിൽ നിന്നും പീഡിയാട്രിക്സിൽ നിന്നും OBGയിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് വന്നതേ ഇല്ല അല്ലെ. സൈക്കോളജി, സൈക്കാട്രി, മെഡിക്കൽ മാനേജ്മെന്റ്, റിസർച്ച് ഇതിനൊക്കെ ആയിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നത്. അതുകൊണ്ട് തന്നെ എക്സാംസ് പൊതുവെ എക്സ്പെക്ടഡ് ലെവൽ അല്ലാത്തത് കൊണ്ട് സെലക്ടഡ് ടോപ്പിക്സ് എന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കുറച്ചുകൂടെ താഴാൻ സാധ്യതയുണ്ട്. ഒരുപാട് പേര് ടഫ് ആണെന്നാണ് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എന്തായാലും അതുകൊണ്ട് അടുത്ത എക്സാംസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ അതുപോലെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു ടോപ്പിക്സ് ലീവ് ചെയ്യാനില്ല. എല്ലാ ടോപ്പിക്സും നന്നായിട്ട് വായിച്ചു വിടേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ ഈ തരത്തിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് മോട്ടീവ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മോട്ടീവ്സ് പലതരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ബയോളജിക്കൽ മോട്ടീവ്സ് ഉണ്ട്, സോഷ്യൽ മോട്ടീവ്സ് ഉണ്ട്, പേഴ്സണൽ മോട്ടീവ്സ് ഉണ്ട്. അപ്പൊ ഈ ബയോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഹങ്കർ, തേഴ്സ്റ്റ്, ഓക്സിജൻ, നമ്മുടെ ബയോളജിക്കൽ നീഡ്സ് അല്ലെ, അതാണ് ബയോളജിക്കൽ മോട്ടീവ്സ് എന്ന് പറയുന്നത്. സോഷ്യൽ മോട്ടീവ്സ് എന്ന് പറയുമ്പോൾ ഒരു അംഗീകാരം, ശ്രദ്ധ, ഒരു എന്താ പറയാ പവർ, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി, ആകാംക്ഷ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സോഷ്യൽ മോട്ടീവ്സിൽ വരുന്നത്. പേഴ്സണൽ മോട്ടീവ്സ് വരുമ്പോഴാണ് അവിടെ എന്താ ഹാബിറ്റ്സ്, ആറ്റിറ്റ്യൂഡ്സ്, ഇൻട്രസ്റ്റ്, ബിഹേവിയർ, ഇതൊക്കെ വേണം പേഴ്സണൽ മോട്ടീവ്സ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ റിക്കഗ്നിഷൻ, അറ്റൻഷൻ, പവർ എന്ന് പറയുമ്പോൾ എന്താണ്? അത് സോഷ്യൽ മോട്ടീവ് ആണ്. ഓപ്ഷൻ ബി സോഷ്യൽ. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ സോഷ്യൽ. ഇതെല്ലാം എന്റെ അഭിപ്രായത്തിൽ ഞാൻ നോക്കി കണ്ടുപിടിച്ച ആൻസേഴ്സ് ആണ് കേട്ടോ. അല്ലാതെ നമ്മുടെ 100% ഷ്യൂരിറ്റി ഒന്നും ഞാൻ തരുന്നില്ല. പ്രൊഫഷണൽ ആൻസർ കീ വരുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ തെറ്റായിട്ടുണ്ടെങ്കിൽ ഞാനത് കമന്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നോക്കി തിരുത്താം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഇന്നർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കോസ്ഡ് ബൈ പ്രസൻസ് ഓഫ് 2 or more opposing desires. അതായത് നമ്മുടെ മനസ്സിൽ തന്നെ രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള താല്പര്യങ്ങൾ, ചെയ്യണോ ചെയ്യണ്ടയോ, അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിന്നിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ, അതിനെയാണ് എന്ത് പറയുന്നത്? നമ്മൾ കോൺഫ്ലിക്ട്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് നമുക്ക് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്ന കൺഫ്യൂഷൻ ആണ് അവിടെ. അത് ചെയ്യണോ ഇത് ചെയ്യണോ, വേണമോ വേണ്ടയോ, വാങ്ങണോ വാങ്ങണ്ടയോ, അങ്ങനെയുള്ള രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡിസൈർസ്, രണ്ട് താല്പര്യങ്ങൾ, വാങ്ങണമെന്നുണ്ട് വാങ്ങണ്ടെന്നുണ്ട്, ചെയ്യണമെന്നുണ്ട് ചെയ്യണ്ടെന്ന്, അങ്ങനെ ഒരു വരുമ്പോൾ എന്താണ്? അതിനെയാണ് നമ്മൾ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഡീറ്റെയിൽ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ നമുക്ക് പിന്നെ വേറെ ക്ലാസ്സുകളിൽ നോക്കാം. ഓക്കെ, ഓപ്ഷൻ ബി കോൺഫ്ലിക്റ്റ് ആണ് ആൻസർ. നെക്സ്റ്റ്, സബ് സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ഓപ്പറേറ്റ്സ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. പ്ലഷർ പ്രിൻസിപ്പിൾ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ബേസിക് നീഡ്സ്. ബേസിക് നീഡ്സിനെ കുറിച്ചുള്ള സാറ്റിസ്ഫാക്ഷൻ ആണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇഡ് ആണ് അല്ലെ. നമ്മുടെ സൈക്കോ അനലിറ്റിക് തിയറിയിൽ പഠിച്ചിട്ടുള്ളത് ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇതിൽ ഇഡ് ആണ് നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ വരുന്നത്, ബേസിക് നീഡ്സിന്റെ വരുന്നത്. ടു ഫിൽ ബേസിക് നീഡ്സ് വരുന്ന ഏതാണ്? ഇഡ് ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ എ ഇഡ് ആണ്. ഇത് കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതൊക്കെ ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്കത് പിന്നെ നോക്കാം. നെക്സ്റ്റ്, എമംഗ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് മാരേജ് which one is not considered as polygamy? പോളിഗമി ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്, നോട്ട് കൺസിഡർഡ് ആസ് പോളിഗമി എന്നാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കുക, പോളിഗമി എന്ന് പറയുന്നത് എന്താ? അവിടെ മൾട്ടിപ്പിൾ സ്പൗസസ് അല്ലെ, ഒരേ സമയം ഒന്നിൽ കൂടുതൽ സ്പൗസസ് ഉണ്ടെങ്കിൽ അതിനെ പോളിഗമി എന്ന് പറയും. അപ്പൊ ഇവിടെ പോളിഗൈനി എന്ന് പറയുമ്പോൾ മോർ ദാൻ വൺ, men have more than one wife. ഓക്കെ, ഒരു വൈഫിനേക്കാൾ കൂടുതൽ, ഒന്നിൽ കൂടുതൽ വൈഫ് ഉള്ള ആണുങ്ങൾ അങ്ങനെയുള്ള എന്താ പറയുക നമ്മള് പോളിഗൈനി എന്ന് പറയും. പോളി ആൻഡ്രി എന്ന് പറയുമ്പോൾ ഇതിന്റെ ഓപ്പോസിറ്റ് വുമൺ ഹാസ് മോർ ദാൻ വൺ ഹസ്ബൻഡ്. ഓക്കെ, അതായത് ഒരു സ്ത്രീക്ക് ഒന്നിൽ കൂടുതൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ എന്ത് പറയും നമ്മള് പോളി ആൻഡ്രി എന്ന് പറയും. നെക്സ്റ്റ്, ഗ്രൂപ്പ് മാരേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ഒരു 5-6 പെണ്ണുങ്ങളും 5-6 ആണുങ്ങളും ഒരുമിച്ചുള്ള മാരേജ്, ഒരു കമ്പൈൻഡ് മാരേജ്, അതിനാണ് ഗ്രൂപ്പ് മാരേജ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, സീരിയൽ മോണോഗമി എന്നുള്ള, മോണോഗമി എന്നുള്ള വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അവിടെ ഒരു സമയത്ത് ഒരു സ്പൗസ് മാത്രമേ അവിടെ ഉള്ളൂ. സീരിയൽ മോണോഗമി എന്ന് പറയുമ്പോൾ പുള്ളി എന്താ കണ്ടിന്യൂസ് ആയിട്ട് മാരേജ് ചെയ്യുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, വീണ്ടും വേറൊരു മാരേജ് ചെയ്യുന്നു, വീണ്ടും ഡിവോഴ്സ് ചെയ്യുന്നു, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാരേജ് ചെയ്യുന്നു, ഡിവോഴ്സ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഒരു റിലേഷൻ ആണ് എന്താ പറയുന്നത്? സീരിയൽ മോണോഗമി എന്ന് പറയുന്നത്. സോ ഇവിടെ പോളിഗമി അല്ലാത്തത് ഏതെന്ന് ചോദിച്ചാൽ സീരിയൽ മോണോഗമി ആണ്. അവിടെ മാത്രമേ ഒരു ഹസ്ബൻഡ് അല്ലെങ്കിൽ ഒരു സ്പൗസ് ഒരേ സമയം വരുന്നത്. ബാക്കിയെല്ലാം ഒന്നിൽ കൂടുതൽ സ്പൗസസ് ഒരേ സമയം കാണുന്നുണ്ട്. നെക്സ്റ്റ്,
വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് പേഴ്സണാലിറ്റി ടെസ്റ്റ്? ഇതിൽ താഴെ പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സൈക്കോളജിയിൽ. തെമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്, അതായത് നമ്മൾ പിക്ചേഴ്സ് കൊടുത്തിട്ട് അതിൽ നിന്ന് ഇന്റർപ്രറ്റേറ്റ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് അവരുടെ പേഴ്സണാലിറ്റി ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും അല്ലെ, അതാണ് ഈ തെമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ആൻസർ. പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്പൊ അതിൽ നമ്മൾ പഠിക്കുന്നതാണ് തെമാറ്റിക് അപ്രിസിയേഷൻ ടെസ്റ്റ്, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. A theater nurse who was shouted by surgeon comes home and shows anger to her mother. The ego defense used here is, അതായത് എന്താണ്, ഒരു നഴ്സ് തിയേറ്ററിൽ വന്ന് വർക്ക് ചെയ്യുന്ന ഒരു നഴ്സാണ്, സർജന്റെ കയ്യിൽ നിന്നോ വഴക്ക് കിട്ടി, ആ ദേഷ്യം ആ പുള്ളിക്കാരി എന്ത് ചെയ്തു, വീട്ടിൽ വന്നിട്ട് അമ്മയോട് ദേഷ്യപ്പെട്ടു. ആ ദേഷ്യത്തിൽ അതായത് സർജനോട് തിരിച്ച് ദേഷ്യപ്പെടാൻ പറ്റാത്തത് കൊണ്ട് ആ ദേഷ്യം മനസ്സിൽ കിടന്നിട്ട് വീട്ടിൽ വന്ന അമ്മയോട് കാര്യമില്ലാത്ത കാര്യത്തിൽ ദേഷ്യപ്പെടുന്നു. അതിനെന്താ പറയുന്നത്, നമ്മള് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. ചിലർക്ക് പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പ്രൊജക്ഷൻ അല്ല, കറക്റ്റ് ആൻസർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ അതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആണ്, അതല്ല. ഓക്കെ, ഇവിടെ നെഗറ്റീവ് ആണ്, ഡിസ്പ്ലേസ്മെന്റ് ആണ് കഴിയുന്നത്. നമുക്ക് ഒരു ഭാഗത്ത് കാണിക്കാൻ പറ്റാത്ത കാര്യം, നമ്മൾ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് പറയാൻ പറ്റാത്ത കാര്യം, ദേഷ്യപ്പെടാൻ പറ്റില്ല, അത് മറ്റൊരാളോട് പറഞ്ഞു തീർക്കുക, അതെന്താണ്, ഡിസ്പ്ലേസ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് സൈക്കോളജി ഇൻ വിച്ച് ഇൻഡിവിജ്വൽ അനലൈസസ് ഓൺ ഫീലിംഗ്സ്, സ്വന്തം ഫീലിംഗ്സ് അനലൈസ് ചെയ്യുകയും സ്വന്തം ചിന്തകൾ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഞാൻ എന്റെ ഫീലിംഗ്സും തോട്ട്സും തന്നെ അനലൈസ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. നമ്മൾ ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ മറ്റൊരാളെ ഒബ്സർവ് ചെയ്യുന്നതാണ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രോസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മളിൽ തന്നെ ഇൻവേർഡ് ആണ്, ലുക്കിംഗ് ഇൻവേർഡ് ഓൺ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ്, അതാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ സി, ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ്. നെക്സ്റ്റ്, among the following which one is not considered as ഫ്രീ തിങ്കിങ്, അതായത് ഇതിൽ ഏതാണ് ഫ്രീ തിങ്കിങ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്? ഡ്രീം ചെയ്യുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പകൽ സ്വപ്നമായാലും അല്ലാതെ സ്വപ്നം കാണുന്നതായാലും നമുക്ക് അതിന്റെ ഒരു ലിമിറ്റേഷൻ ഇല്ല. ഇവിടെ നമുക്ക് ഇഷ്ടം പോലെ ഡ്രീം ചെയ്യുന്നതിന്, ഇമാജിൻ ചെയ്യുന്നതിന് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചിന്തിക്കാം അല്ലെ. പക്ഷെ റീസണിങ് നമുക്ക് ഒരു കാരണം, നമുക്ക് അതിന് കാരണം കാണിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നോക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അവിടെ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും അവിടെ എക്സ്പ്ലനേഷൻ പറയാൻ പറ്റില്ല അല്ലെ. അതുകൊണ്ട് അത് ഫ്രീ തിങ്കിങ് അല്ല. സോ റീസണിങ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇമാജിനറി പെർസെപ്ഷൻ ഈസ് നോൺ ആസ്. അപ്പൊ ഹാലുസിനേഷനോ ഇല്യൂഷനോ ആണ് ഇവിടെ കൺഫ്യൂഷൻ വരുന്നത്. ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്റ്റിമുലേറ്റ് ഇല്ലാതെ തന്നെ പേഷ്യന്റിന്റെ ഒരു പെർസെപ്ഷൻ തോന്നുന്നത്, എന്തോ അവിടെ സംഭവിക്കും. ടാക്ടൈൽസ് ഹാലുസിനേഷൻ പലതരം ടൈപ്പ് ഉണ്ടല്ലോ, സൗണ്ട് കേൾക്കുന്നതായിട്ടും സ്മെല്ല് വരുന്നതായിട്ടും ടച്ച് ചെയ്യുന്നതായിട്ടും അങ്ങനെയുള്ള പലതരത്തിലുള്ള ഹാലുസിനേഷൻസ് തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഹാലുസിനേഷൻ ആണ്. ദർ ഈസ് നോ സ്റ്റിമുലൈ, ആബ്സെൻസ് ഓഫ് സ്റ്റിമുലൈ ആണ്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഇമാജിനറി പെർസെപ്ഷൻ ആണ്. അപ്പൊ അവിടെ നോ സ്റ്റിമുലൈ ആണ്. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഓൾറെഡി സ്റ്റിമുലൈ ഉണ്ട്, പക്ഷെ അത് തെറ്റായി ധരിക്കുന്നു. ആ എക്സാക്ട് സ്റ്റിമുലൈ അതുപോലെയല്ല നമ്മൾ പെർസീവ് ചെയ്യുന്നത്, മനസ്സിലാക്കുന്നത്, തെറ്റായിട്ട് മനസ്സിലാക്കുന്നു. ഫോൾസ് പെർസെപ്ഷൻ, മിസ് അണ്ടർസ്റ്റാൻഡിങ്, അതാണ് ഇല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വിച്ച് ടൈപ്പ് ഓഫ് മെമ്മറി, which type of memory, 20th question ആണ്, which type of memory is concerned with factual knowledge and abstraction? Factual knowledge എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കുഞ്ഞിലെ മുതൽ ഇങ്ങനെ കേട്ടതും ലോങ് ടേം മെമ്മറി ആയിട്ട് നിൽക്കുന്നതും ഒരിക്കലും നമ്മൾ മറക്കാത്തതും, അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ലോസ് ഓഫ് മെമ്മറി വന്നാൽ പോലും നമുക്ക് പണ്ട് നമ്മൾ പഠിച്ച കളറ്, ലെറ്റേഴ്സിന്റെ സൗണ്ട്, രാജ്യങ്ങളുടെ പേര്, അതിന്റെ ക്യാപിറ്റല്, സ്ഥലങ്ങളുടെ പേര്, റിലേഷൻസ്, പിന്നെ എന്താ ബേസിക് ആയിട്ടുള്ള ചില ഫാക്ട്സുകൾ, ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ ഒരിക്കലും മറക്കില്ല. അതിനെയാണ് ഫാക്ച്വൽ നോളജ് എന്ന് പറയുന്നത്. അത് ഏത് തരം മെമ്മറിയാണ്? സെമാന്റിക് മെമ്മറി. ഓക്കെ, കറക്റ്റ് ഓപ്ഷൻ സെമാന്റിക് മെമ്മറി ആണ് കേട്ടോ, സെമാന്റിക് മെമ്മറി. നെക്സ്റ്റ് വൺ, ഡിസ്റ്റർബൻസ് ഇൻ മോട്ടോർ ബിഹേവിയർ ഇൻ എ ടിപ്പിക്കൽ ഫീച്ചർ ഓഫ്, അതായത് സ്കിസോഫ്രീനിയയുടെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചത്, ഓരോന്നിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അതില് ഏത് ടൈപ്പിനാണ് മോട്ടോർ ബിഹേവിയർ ഡിസ്റ്റർബൻസസ് ഉണ്ട്, അതായത് മൂവ്മെന്റ്സിന് പ്രോബ്ലം ഉണ്ടാകുന്നത് ഏതൊക്കെയാണ്? ഏതിനാണ് മൂവ്മെന്റിന് പ്രോബ്ലം ഉണ്ടാകുന്നത്? ഇതിനാണ് കാറ്ററ്റോണിക് സ്കിസോഫ്രീനിയ, ഇതിനാണ് മൂവ്മെന്റ്സിന് അല്ലെങ്കിൽ മോട്ടോർ ബിഹേവിയറിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരനോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡെലൂഷൻ, ഹാലുസിനേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് അല്ലെ. ഡിസോർഗനൈസ്ഡ് ആകുമ്പോൾ സ്പീച്ച് ഡിസോർഗനൈസ്ഡ് ആവുക, ബിഹേവിയർ ഡിസോർഗനൈസ്ഡ് ആവുക, ഇമോഷൻസ് ഡിസോർഗനൈസ്ഡ് ആവുക. റെസിഡ്യൂൽ എന്ന് പറയുമ്പോൾ പ്രീവിയസ്ലി സ്കിസോഫ്രീനിക് ആയിരുന്നു, നോ പോസിറ്റീവ് സിംറ്റംസ്, കറന്റ് നോ പോസിറ്റീവ് സിംറ്റംസ് ആണ് റെസിഡ്യൂൽ. സോ കറക്റ്റ് ആൻസർ കാറ്ററ്റോണിക് ആണ്. അവിടെയാണ് മോട്ടോർ അല്ലെങ്കിൽ മൂവ്മെന്റ്സിന് ഡിസ്റ്റർബൻസ് വരുന്നത്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് എ നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക്? ഈ താഴെ പറയുന്നത് നോൺ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ടെക്നിക് എന്ന് ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പലർക്കും കൺഫ്യൂഷൻ വന്നതാണ്.
പലരും പറഞ്ഞു ഹ്യൂമർ ആണ്, ചിലർ പറഞ്ഞു വോയിസിംഗ് ഡൗട്ട് ആണ്. പക്ഷെ അങ്ങനെയല്ല. ഹ്യൂമറും വോയിസിംഗ് ഡൗട്ടും യൂസിങ് സൈലൻസും ഒക്കെ തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ ആണ്. സിമ്പതി മാത്രം തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷൻ അല്ല. അത് പകരം നമുക്ക് എംപതിയാണ് തെറാപ്യൂട്ടിക് ഫീൽഡിൽ നമ്മൾ കാണുന്നത് അല്ലെ. അപ്പൊ സിമ്പതിയാണ് മോസ്റ്റ്ലി അവിടെ ആൻസർ വരാൻ ചാൻസ് ഉള്ളത്. ഇത് കൺഫ്യൂഷൻ ഒന്നും വേണ്ട, സിമ്പതി തന്നെ ആയിരിക്കും. ആൻസർ കീ വരുമ്പോൾ ഒന്നും കൂടി ഒന്ന് കൺഫേം ചെയ്തോളാം. എന്റെ ഉറപ്പ് സിമ്പതി തന്നെയാണ്. ഹ്യൂമറും വോയിസ് ഡൗട്ടും ഒക്കെ എന്തിലുണ്ട് തെറാപ്യൂട്ടിക് കമ്മ്യൂണിക്കേഷനിൽ ഉള്ളതാണ്, സൈലൻസും ഒക്കെ. ഓക്കെ, നെക്സ്റ്റ്. എ ഫോം ഓഫ് തോട്ട് ഇൻവോൾവിംഗ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഇന്നർ വേൾഡ്. ഇന്നർ വേൾഡുമായിട്ട് പ്രീ ഓക്യുപ്പേഷൻ തോട്ട് ഇൻവോൾവിംഗ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഇന്നർ വേൾഡ് ആൻഡ് ലാക്ക് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി. റിയാലിറ്റിയുമായിട്ട് ടച്ച് ഇല്ലാതെ എന്ത് ചെയ്യുന്നു, ഇന്നർ വേൾഡുമായിട്ട് മാത്രം ചിന്തിക്കുന്ന തരം. അത്തരത്തിലുള്ള എന്താണ് അത്തരത്തിലുള്ള തിങ്കിങ്ങിന് എന്താ പറയുന്നത്, ഓട്ടിസ്റ്റിക് തിങ്കിങ്. അതായത് റിയാലിറ്റി വേൾഡുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലാതെ ഇന്നർ വേൾഡ് സ്വയം മനസ്സിലുള്ള ചിന്തകൾ മാത്രമായിട്ടുള്ള ഒരു തിങ്കിങ്, അതിനെയാണ് എന്ത് പറയുന്നത്, ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഓട്ടിസ്റ്റിക് തിങ്കിങ് എന്ന്, ഇതെല്ലാം സൈക്കോളജിയിലുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് നഴ്സിംഗിന്. പക്ഷെ എല്ലാവരും ഇമ്പോർട്ടന്റ് അല്ല എന്ന് വിചാരിച്ചു വിട്ട കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഇറേഷണൽ ഫിയർ ഓഫ് ബീങ് എവേ ഫ്രം ഫെമിലിയർ പ്ലേസസ്. ഫെമിലിയർ പ്ലേസസിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ സിറ്റുവേഷൻ പ്ലേസസ് അല്ലെങ്കിൽ ഫെമിലിയർ സിറ്റുവേഷൻസിൽ തന്നെ പേടി തോന്നുന്നു. അതിന് ഏത് ടൈപ്പ് ഫോബിയാണ് അത് അഗോറോഫോബിയാണ്. അഗോറഫോബിയ. ഓക്കെ, നെക്സ്റ്റ് ക്ലസ്ട്രോഫോബിയ എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലൊക്കെ നിൽക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ കൺഫൈൻഡ് ചുരുങ്ങിയ സ്പേസസിലൊക്കെ നിൽക്കാൻ പേടിക്കുക. ഓക്കെ, അക്രോഫോബിയ എന്ന് പറഞ്ഞാൽ ഹൈറ്റിനെ പേടിക്കുക. എയറോഫോബിയ എന്ന് പറഞ്ഞാൽ ഫിയർ ടു ഫ്ലൈ. ഓക്കെ, പറക്കാൻ പേടി. ഓക്കെ, നെക്സ്റ്റ് 25th question. Non-stimulant drug with norepinephrine reuptake inhibitory action and used in reuptake of ADHD, attention deficit disorders ആണ് അല്ലെ. അപ്പൊ നമ്മൾ ഇതിൽ നമ്മൾ സെക്കൻഡ് ലൈൻ ഡ്രഗ്സ് പഠിച്ചതാണ് ഏത്, അറ്റോമോക്സെറ്റിൻ. അറ്റോമോക്സെറ്റിൻ ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. Recurrent episode of acute severe anxiety and lead to physical symptoms. Physical symptoms ലോട്ട് ലീഡ് ചെയ്യുന്ന ആൻസൈറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ഡിസോർഡർ ഏതാണ്, ഫിസിക്കൽ സിംറ്റംസിലോട്ട് ലീഡ് ചെയ്യുന്ന തരത്തിലുള്ള സിവിയർ ആൻസൈറ്റിയോടൊപ്പം ഫിസിക്കൽ സിംറ്റംസും ഉണ്ടാകുന്നത് ഏതാണ്, പാനിക് ഡിസോർഡേഴ്സ്. പാനിക് ഡിസോർഡേഴ്സിലാണ് ഫിസിക്കൽ സിംറ്റംസും അവിടെ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ സി ആണ്. Next, a boy who is very poor in his studies was not scolded by his father. എന്ത് ചെയ്യുന്നു, ഒരു കുട്ടി പഠിക്കാൻ ഇച്ചിരി മോശമാണ്, അച്ഛൻ ഒരിക്കലും വഴക്കൊന്നും പറയുന്നുമില്ല. when he secured a pass mark in his exam. ഇത് ഏതിന്റെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണോ? ഇതാണ് നമുക്ക് രണ്ട് ഡൗട്ട് വരുന്ന ഓപ്ഷൻസ്. ഏതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്? നമ്മൾ സത്യത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മളോട് പറഞ്ഞു മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ അച്ഛനും അമ്മയോട് നെഗറ്റീവ് എന്ത് ചെയ്യുന്നില്ല, ഒരിക്കലും അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ പോലും അവര് തയ്യാറല്ല അല്ലെ. അപ്പൊ അതെന്താണ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, which among the following is a hallucinogen? ഇത് അല്ലെങ്കിൽ പീസ് ഫിൽ എന്നറിയപ്പെടുന്ന ഡ്രഗ് ഏതാണ്? ഹാലൂസിനോജൻ ആണ്. പീസ് ഫിൽ എന്നറിയപ്പെടുന്ന ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ ഫെൻസൈക്ലിൻ. ഓക്കെ, 28th question, ഫെൻസൈക്ലിൻ അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരെന്താണ്? അതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. പീസ് ഫിൽ എന്നാണ്, അല്ലെങ്കിൽ ഏഞ്ചൽ ഡസ്റ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് എന്ത് ലീഡ് ചെയ്യുന്നു, എന്തുണ്ടാക്കുന്നു, ഹാലൂസിനേഷൻസ് ഉണ്ടാക്കുന്നു. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് വൺ, among the side effect of 29th question ആണ്. among the side effects of antidepressants, which of the following is not an autonomic side effects? അതായത് ആന്റിഡിപ്രസന്റ് സൈഡ് എഫക്ട് അല്ലാത്തത് ഏതാണെന്നാണ് കേട്ടോ. ആന്റിഡിപ്രസൻസ് വരുമ്പോൾ അവിടെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അവിടെ ഹൈപ്പർ ടെൻഷൻ ആണ് ഉണ്ടാകാൻ ചാൻസ് അല്ലെ, ബിപി കൂടാനാണ് ചാൻസ്. ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ ആണ് അവിടുത്തെ ആൻസർ. ഓപ്ഷൻ ബി, ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോടെൻഷൻ. നെക്സ്റ്റ്, മിസ്റ്റർ എക്സ് ഡെവലപ്പ് ഫീച്ചേഴ്സ് ഓഫ് ഡിപ്രഷൻ ആഫ്റ്റർ ഹിസ് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അയാൾക്ക് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ എങ്കിൽ ആ ഡിവോഴ്സിനെ എന്തായിട്ടാണ് പറയുക? പ്രസിപ്പിറ്റേറ്റീവ് ഫാക്ടർ എന്നാണോ, പ്രീഡിസ്പോസിംഗ് ഫാക്ടർ എന്നാണോ, പെർപെച്വേറ്റിംഗ് ഫാക്ടർ എന്നാണോ, പേഴ്സണാലിറ്റി ഫാക്ടർ ആണോ? അതെന്താ, നമ്മുടെ മെന്റലി ഉള്ള ഇമോഷണലി ഉള്ള ഫാക്ടർ. അതായത് ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം മെയിൻറ്റെയിൻ ദ പ്രോബ്ലം ഓൺസ് ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്, ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ഉണ്ടാകുന്ന കാരണം അല്ലെ.
അതിനെന്താ പറയുന്നത്, പെർപച്വേറ്റിംഗ് ഫാക്ടർ. പെർസിപ്പിറ്റേറ്റിംഗ് പ്രീഡിസ്പോസിംഗ് എന്ന് പറഞ്ഞത് എന്താണ്, അത് ഈ ഒരു ഫാക്ടർ കാരണം മറ്റൊരു കണ്ടീഷനിലോട്ട് ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ആ ഒരു പോയിന്റിൽ പ്രോബ്ലമിൽ എത്തുന്നതിന് മുന്നേ ഉള്ള കാരണമാണ്. അത് അതിന് മുന്നേ തന്നെ കണ്ടുപിടിക്കാൻ ഇത് ഇറ്റ് മേ ലീഡ് ടു ദിസ് ഡിസീസ് എന്നുള്ളത്, അല്ലെങ്കിൽ ഇറ്റ് മേ പ്രീ ഡിസ്പോസ് ടു പർട്ടിക്കുലർ ഡിസീസ് എന്നുള്ളത്. ഇവിടെ പെർപച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഓൾറെഡി പ്രോബ്ലം ഉണ്ടായതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മറ്റേ കാരണത്തെ കുറിച്ച് അവിടെ ചിന്തിക്കുന്നത് തന്നെ അല്ലെ, പെർപച്വേറ്റിംഗ് ഫാക്ടർ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്. Which among these are freeze sensitive vaccines? അപ്പോൾ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പഠിച്ചതാണ്, ഹീറ്റ് സെൻസിറ്റീവും ഫ്രീസ് സെൻസിറ്റീവ് വാക്സിൻസ്. ഇതിൽ ഓപ്ഷൻ എ ആണ് ഫ്രീസ് സെൻസിറ്റീവ് വാക്സിൻസ് എന്നറിയപ്പെടുന്നത്. ബാക്കിയുള്ളത് എന്തുകൊണ്ടാണ് വരാത്തതിൽ ഏതാണ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ? OPV ഹീറ്റ് സെൻസിറ്റീവ് ആണ്, ഇവിടെയും OPV ഹീറ്റ് സെൻസിറ്റീവ് ആണ്, ഇവിടെയും OPV ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അതിൽ നിന്ന് തന്നെ നമുക്കറിയാം ഈ ബാക്കി 3 ഓപ്ഷൻ അവിടെ വരില്ല. ഓപ്ഷൻ എ ആണ് ഫ്രീസ് സെൻസിറ്റീവ് വാക്സിൻ എന്ന് പറയുന്നത്. ഇനി പ്രോപ്പർ ഓർഡർ ഓഫ് റെഫറൽ സിസ്റ്റം, അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് സബ് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ഒരു ലെവലാണ് പറഞ്ഞത്. സബ് സെന്റർ, PHC, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, പിന്നെ മെഡിക്കൽ കോളേജ്, ഇങ്ങനെയാണ് ഓർഡർ വരുന്നത് റെഫറൽ സിസ്റ്റം. ഓക്കെ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next, a baby whose weight is 3 kg, what is required weight at the age of 4 years? അതായത് കുഞ്ഞ് ജനിച്ചപ്പോൾ 3 കിലോ ഉണ്ടെങ്കിൽ 4 വയസ്സാകുമ്പോൾ കുഞ്ഞിന് എത്ര ആവും? 1 വയസ്സാകുമ്പോൾ അതിന് 3 മടങ്ങാവും അല്ലെ. അപ്പോൾ നെക്സ്റ്റ് അപ്പൊ 4 വയസ്സാകുമ്പോൾ എത്രയായിരിക്കും? ഈസി ആയിട്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാതെ 16 kg ആണ് അല്ലെ. 4 വയസ്സാകുമ്പോൾ കുഞ്ഞിന് 16 kg ആണ് വെയിറ്റ് കിട്ടുന്നത്. അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇപ്പൊ പറയുന്നില്ല, പീഡിയാട്രിക്സിൽ നിങ്ങൾ എല്ലാം നോക്കിയതായിരിക്കും. നമുക്കത് ഇല്ലായെങ്കിൽ അടുത്ത് DMEക്ക് പഠിക്കാം. Next, expand the full form of ICTC. ICTC യുടെ full form എന്താണ്? ഓപ്ഷൻ ബി, Integrated Counseling and Testing Centers. Counseling and Testing Centers എന്നാണ് ICTC യുടെ full form. Next, among the following which is not a function of World Health Organization. World Health Organization എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് പഠിക്കുമ്പോൾ അതിന് ഫംഗ്ഷൻസ് ഒന്നും അധികം പേര് നോക്കിയിട്ടുണ്ടാവില്ല. നോക്കിയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും ഇതിൽ ഏതാ വരാത്ത ഫംഗ്ഷൻസിൽ. ഓക്യുപേഷണൽ ഹെൽത്ത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഫംഗ്ഷൻസിൽ വരുന്നതല്ല. ഓക്കെ, ഓക്യുപേഷണൽ ഹെൽത്ത് ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നെക്സ്റ്റ്, ആന്റി ട്യൂബർക്ലോസിസ് ഡ്രഗ് കോസ് പുവർ വിഷൻ. അതായത് നമ്മൾ ഇമ്പോർട്ടന്റ് ട്യൂബർക്ലോസിസിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്നതാണ് അതിന്റെ ട്രീറ്റ്മെന്റും അതിന്റെ ഓരോ ഡ്രഗ്സിന്റെ സൈഡ് എഫക്ട്സും അല്ലെ. എന്തൊക്കെയാണ് സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്? അപ്പൊ അതിൽ നമ്മൾ പഠിച്ചതാണ് കളർ ബ്ലൈൻഡ്നെസ്, അല്ലെങ്കിൽ എന്താ ഒപ്റ്റിക് ന്യൂറൈറ്റിസ്, ഇതൊക്കെ ഉണ്ടാകുന്നത് ഏത് ഡ്രഗിനാണ്? എഥാംബ്യൂട്ടോളിനാണ്. എഥാംബ്യൂട്ടോളിനാണ് കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ എന്തുണ്ടാകുന്നത്? ഒപ്റ്റിക് ന്യൂറൈറ്റിസ് ഉണ്ടാക്കുന്നത്. നെക്സ്റ്റ്, ദ കീ ഇൻഡിക്കേറ്റർ ഓഫ് മെറ്റേണൽ ന്യൂട്രീഷൻ ഈസ് ആൻഡ് മെറ്റേണൽ ന്യൂട്രീഷന്റെ അത് പ്രോപ്പർ ന്യൂട്രീഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? മെറ്റേണൽ അമ്മയുടെ വെയിറ്റ് നോക്കും, കുഞ്ഞിന്റെ വെയിറ്റുമാണ് അല്ലെ. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമ്മയുടെ വെയിറ്റും ന്യൂട്രീഷനും പ്രോപ്പർ ആണോ എന്ന് മനസ്സിലാക്കും. അതുവഴി തന്നെ എന്ത് മനസ്സിലാക്കാൻ പറ്റും? കുഞ്ഞിന്റെ ന്യൂട്രീഷനും പ്രോപ്പർ ആണോ എന്നുള്ളത് ബർത്ത് വെയിറ്റ് മീൻസ് മെറ്റേണൽ ന്യൂട്രീഷൻ വഴി മനസ്സിലാക്കാൻ പറ്റും. But C, A and B ആണ് correct answer. Next, how many doses of vitamin A should be given to child from 9 months of age up to 5 years ആണ്. 5 അവിടെ 5 years ആണ്. ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ 9ാമത്തെ മാസം മുതൽ 5 വയസ്സ് വരെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് 9 ഡോസസ് ആണ്. വിറ്റമിൻ എ പ്രൊഫ്ലാക്സിസ് പ്രോഗ്രാം നമ്മൾ പഠിച്ചതാണ്. വിറ്റമിൻ ഡി 9 ഡോസസ് ആണ് ടോട്ടലി കൊടുക്കുന്നത്. 9 പ്രാവശ്യമാണ് 6 മാസം ഇടവിട്ട് കൊടുക്കുന്നത്. നെക്സ്റ്റ്, വിയറിംഗ് ഓഫ് മാസ്ക് ഡ്യൂറിംഗ് പാൻഡമിക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഏത് ലെവലാണ്? അതായത് കറന്റ് നമ്മൾ ഫേസിങ് റിസ്ക് ഫാക്ടേഴ്സ് അല്ലെ. ഇപ്പൊ കൊറോണ ഒരു പാൻഡമിക് കണ്ടീഷൻ ആണ് അല്ലെ. അതായത് ലോകം ഫുൾ ആയിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ഒരു കണ്ടീഷൻ. അപ്പൊ നമ്മൾ എന്തിനാണ് മാസ്ക് ധരിക്കുന്നത്? ആ ഡിസീസ് നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പാണ് അല്ലെ. കറന്റ് വി ആർ ഫേസിങ്
risk factors. We are in risk area. So in order to prevent development of disease, we are using mask. അല്ലെ? അപ്പൊ അതെന്താണ്? അത് primary prevention. അസുഖം വന്നു കഴിയുമ്പോൾ, ഡിസീസ് വന്നു കഴിയുമ്പോൾ അത് ഡെയിലി ഡയഗ്നോസ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതുമാണ് സെക്കൻഡറി പ്രിവെൻഷൻ. ഓക്കെ, അപ്പൊ ഇത് പ്രൈമറി പ്രിവെൻഷൻ ആണ്. നെക്സ്റ്റ്, the basic measurement tools in epidemiology are listed below except, അതായത് ഏതൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് എപ്പിഡമിയോളജി ടൂൾ എന്ന് പറയുന്നത്? ഏത് വരില്ല? റേഷ്യോ നോക്കും, പ്രൊപ്പോർഷൻസ് നോക്കും, റേറ്റ് നോക്കും. ആൻഡ് ആവറേജസ് ഈസ് നോട്ട് കമ്മിങ് ഇൻ അണ്ടർ ബേസിക് മെഷർമെന്റ് ടൂൾസ് ഓഫ് എപ്പിഡമിയോളജി. Next, phlebistostatic axis is the point at the intersection of ഏത് ലൈൻ ആണത്? പേഷ്യന്റിന്റെ ഈ സൈഡിൽ ഇങ്ങനെ വരുന്ന ആക്സിസ് ആണ് കേട്ടോ. അതായത് ആക്സിലറി ലൈനിൽ നിന്ന് ഫോർത്ത് ഇന്റർകോസ്റ്റൽ സ്പേസിലോട്ട് വരയ്ക്കുന്ന ലൈൻ ആണ് അല്ലെ? ഓപ്ഷൻ എ. A ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ടോൾ ടെൻഡഡ് ഓർ പീക്ഡ് ടി വേവ്. ഇത് തന്നെ നമുക്ക് മനസ്സിലാവും അത് ഏതിലാണ്? ഹൈപ്പർ കലീമിയയിലാണ് ECGയിൽ പീക്ക് ടി വേവ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, നെയിം ഓഫ് ദ റിസപ്റ്റർ ഓൺ എപ്പിഡെർമിസ് ദാറ്റ് ട്രാൻസ്മിറ്റ് സ്റ്റിമുലേറ്റ് ടു ദ ആക്സോൺ ത്രൂ കെമിക്കൽ സിനാപ്സ്. ഏതാണത്? ലാംഗർഹാൻസ് സെൽസ്. ലാംഗർഹാൻസ് സെൽസ് ഇൻ ദ റിസപ്റ്റേഴ്സ്. ഏത് ലെയറിലാണ് കാണുന്നത്? ഫൗണ്ട് ഇൻ സ്ട്രാറ്റം സ്പൈനോസം. സ്ട്രാറ്റം സ്പൈനോസത്തിൽ 5 ലെയർ ഉണ്ട്. അതിൽ സ്ട്രാറ്റം സ്പൈനോസത്തിലാണ് ലാംഗർഹാൻസ് സെൽസ് കാണുന്നത്. എന്ത് ചെയ്യുന്നു? ഇറ്റ് ഹെൽപ്സ് ടു ട്രാൻസ്മിറ്റ് സ്റ്റിമുലേറ്റ് ടു ആക്സോൺ. ആക്സോണിലോട്ട് സ്റ്റിമുലസ് പാസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ലാംഗർഹാൻസ് സെൽസ് ആണ്. ഈ BAC എന്ന് പറയുമ്പോൾ നമ്മുടെ വൂണ്ട് ക്ലോഷർ അല്ലെങ്കിൽ വൂണ്ട് ഹീലിംഗിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കാണ് വാക്വം അസിസ്റ്റഡ് ക്ലോഷർ. വാക്വം അസിസ്റ്റ് ചെയ്തിട്ടുള്ള യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലോസിംഗ് ടെക്നിക്കാണ്, ഹീലിംഗ് ടെക്നിക്കാണ്, വൂണ്ട് ക്ലോസിംഗ് ടെക്നിക്കാണ് വാക്വം അസിസ്റ്റഡ് ക്ലോഷർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ആൻസേഴ്സ് മാത്രം ഇപ്പൊ നോക്കിയാൽ മതി. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ ഓരോന്നിന്റെ ടോപ്പിക്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിലൊക്കെ പിന്നെ നോക്കാം. നെക്സ്റ്റ്, ഇവിടെ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ് വാല്യൂസ് വന്നിട്ടുണ്ട്. pH 7.3യും PaCO2 56 mmHg ആണ്. സോ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് റെസ്പിറേറ്ററി ആസിഡോസിസ് ആണ്. പിന്നെ ബൈകാർബണേറ്റ് വന്നിട്ട് എന്ത് ചെയ്യുന്നു? അവിടെ നോർമൽ ആണ്. സോ ഇറ്റ് ഈസ് uncompensated respiratory acidosis. Okay, option B, uncompensated respiratory acidosis. Next one, on physical examination you were able to identify pulse deficit. Pulse deficit എന്താ? നമ്മുടെ പെരിഫറൽ പൾസസും എപ്പിക്കൽ പൾസസും തമ്മിലുള്ള ഡിഫറൻസിനാണ് പൾസ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. യൂഷ്വലി അത് നോർമലി അത് 0 ആയിരിക്കും. അതിനൊരു ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും എന്താണ് എന്തെങ്കിലും ഒരു ഹാർട്ട് ഡിസ്ഫങ്ഷൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലാവും. യൂഷ്വലി അത് നമുക്ക് മനസ്സിലാകുന്നത് കാർഡിയാക് ഡിസ്അറ്റ്മിയാസ് ഉള്ളപ്പോഴാണ്. അതായത് ഈ ഫിബ്രിലേഷൻസ് ഒക്കെ വരുമ്പോഴാണ് ഈ പൾസ് ഡെഫിസിറ്റ് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. കാർഡിയാക് ഡിസ്അറ്റ്മിയാസ്. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് മെസ്ന വിത്ത് കീമോതെറാപ്പി ഏജന്റ്. കീമോതെറാപ്പിക്ക് ഒപ്പം മെസ്ന അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോൾ എന്താണ്? ഇറ്റ് വിൽ ഹെൽപ് ടു പ്രൊട്ടക്ട് ദ പെർട്ടിക്കുലർ സെൽസ്. അതായത് യൂഷ്വലി നമ്മുടെ കീമോതെറാപ്പിക് ഏജൻസിനൊപ്പം കൊടുക്കുന്ന നോർമലി ഉള്ള സെൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മീൻസ് നമ്മുടെ എന്താ പറയാ, കിഡ്നി റിലേറ്റഡ് അല്ലെങ്കിൽ റീനൽ സിസ്റ്റത്തിലും ഈ മെസ്ന അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്ലാഡറിലെ ടിഷ്യൂസ് ഒന്നും ഡാമേജ് വരാതിരിക്കാനും മെസ്ന അഡ്മിനിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഏതിലായാലും മെസ്നയുടെ ഫംഗ്ഷൻ എന്താണ്? ടു പ്രൊട്ടക്ട് ദ സെൽസ്. Okay. Next one. Your patient complains of dry mouth and swallowing difficulty. Which among the following drugs can produce these side effects? അതായത് ഡ്രൈ മൗത്തും swallowing difficulty ഉണ്ടാകുന്നത് ഏത് ഡ്രഗ്സ് ആണ്? ഏത് ഡ്രഗ്സ് കാരണമാണ്? That is dicyclomine. Dicyclomine കാരണമാണ് ഈ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകുന്നത്. ഇത് ഏത് ഡിസീസിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇറിറ്റബിൾ ബവൽ സിൻഡ്രോമിലും പിന്നെ സ്റ്റൊമക്കിന്റെ സിംറ്റംസിനോ അല്ലെങ്കിൽ ക്രാമ്പിംഗ്, അബ്ഡോമിനൽ ക്രാമ്പിംഗ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒക്കെയാണ് നമ്മൾ ഡൈസൈക്ലോമിൻ യൂസ് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യും? അവിടെ പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ് അല്ലെങ്കിൽ ഗട്ടിന്റെ മൂവ്മെന്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവിടെ നമുക്ക് ഡ്രൈ മൗത്തും അതുപോലെ തന്നെ എന്ത് ചെയ്യും? സ്വാലോയിങ് ഡിഫിക്കൽറ്റിയും ഒക്കെ പേഷ്യന്റിന് ഡെവലപ്പ് ചെയ്യും. ഡൈസൈക്ലോമിൻ. ഓക്കെ, നെക്സ്റ്റ് ഗോണിയോമീറ്റർ ഈസ് ഈസി ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഗോണിയോമീറ്റർ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? റേഞ്ച് ഓഫ് മോഷനിലാണ് അല്ലെ? റേഞ്ച് ഓഫ് മോഷനിലാണ്
assess range of. Next, angle brachial index value less than 0.9 indicates. എന്താണ് angle brachial index എന്ന് പറയുന്നത്? That is systolic pressure at angle by systolic pressure at the arm. അതിന്റെ ഒരു വാല്യൂ ആണ് ഈ ആംഗിൾ ബ്രേക്കിയൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അവിടെ പെർട്ടിക്കുലർ ഏരിയയിലുള്ള പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഐഡന്റിഫൈ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്തത്. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ്, അതായത് അങ്ങോട്ടുള്ള ബ്ലഡ് സപ്ലൈ പ്രോപ്പർ ആണോ എന്നറിയാനാണ് നമ്മളിത് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ലെസ് ദാൻ 0.9 ആണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ്സ് ഡിമിനിഷ്ഡ് ബ്ലഡ് ഫ്ലോ. പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഡിമിനിഷ്ഡ് ബ്ലഡ് ഫ്ലോ ആണ്. നെക്സ്റ്റ്, സെലം പമ്പ് ട്യൂബ് ഈസ് യൂസ്ഡ് ഫോർ. ഈ ട്യൂബ് എന്ന് കേട്ടപ്പോൾ പലർക്കും ഈ സെലം പമ്പ് ട്യൂബ് എന്ന് പറഞ്ഞപ്പോൾ പലർക്കും അറിയില്ലായിരുന്നു. ചിലരൊക്കെ എനിമ എന്നൊക്കെ എഴുതി വെച്ചവരുണ്ട്. അങ്ങനെയല്ല, ഇത് സ്റ്റൊമക് ഡീകംപ്രഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്റ്റൊമക് കണ്ടൻസ് സക്ഷൻ ചെയ്യാനും അല്ലെങ്കിൽ സ്റ്റൊമക് ഡീകംപ്രഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ സ്റ്റൊമക് ഇറിഗേഷന് വേണ്ടിയിട്ടോ ഒക്കെ യൂസ് ചെയ്യുന്ന ട്യൂബാണ് സെലം സം ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നാസോഗാസ്ട്രിക് ആയിട്ട് യൂസ് ചെയ്യും, ഓറോഗാസ്ട്രിക് ആയിട്ട് യൂസ് ചെയ്യും. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, stomach decompression. Clear അല്ലേ? Which among the following nursing diagnosis may be applied to an individual who is unable to seek or comprehend opportunities? അതായത് സാധ്യതകളില്ല, ഓപ്ഷൻസ് ഇല്ല, ഓൾട്ടർനേറ്റീവ്സ് ഇല്ല, പകരം ചെയ്യാൻ ഒരു വഴിയും കാണുന്നില്ല, അൺമോട്ടിവേറ്റഡ് സ്റ്റേറ്റിൽ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള ഇമോഷണൽ സ്റ്റാറ്റസിൽ ഇരിക്കുന്ന ഒരാൾക്ക് പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു അല്ലെ. അങ്ങനെ വരുമ്പോൾ അവിടെ നഴ്സിംഗ് ഡയഗ്നോസിസ് ആണ് ഹോപ്പ്ലെസ്നെസ്, അതായത് പ്രതീക്ഷയില്ലാത്ത ഒരവസ്ഥ. ഹോപ്പ്ലെസ്നെസ് ആണ് അവിടുത്തെ നഴ്സിംഗ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. Okay, next, the enzyme assessed during Guaiac test എന്ന് പറയുമ്പോൾ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ സ്റ്റൂളിലുള്ള ഒക്കൾട്ട് ബ്ലഡുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് Guaiac ടെസ്റ്റ്. നിങ്ങൾ അങ്ങനെ വായിക്കുന്നറിയില്ല, Guaiac എന്നാണ് ഞാൻ വായിച്ചത്. ഓക്കെ, Guaiac ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇതിനവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഏജന്റ് തന്നെ എന്താണ്? ഹൈഡ്രോജൻ പെറോക്സൈഡ് ആണ്. അപ്പൊ അവിടുത്തെ എൻസൈം ഏതാണ്? പെറോക്സിഡേസ് ആണ്. ഒക്കൾട്ട് ബ്ലഡ് കണ്ടുപിടിച്ചു, സ്റ്റൂളിലുള്ള ഒക്കൾട്ട് ബ്ലഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. പെറോക്സിഡേസ് ആണ്. Which of the following deficiency can produce cardiac and circulatory disturbances? ഏതാണ്? പിരിഡോക്സിൻ ആണ് ഏത്? B6 എന്നറിയപ്പെടുന്നത്. അത് എന്ത് റിസൾട്ട് ചെയ്യും? RBC റെഡ്യൂസ് ചെയ്യും അല്ലെ. B6 കുറഞ്ഞു കഴിഞ്ഞാൽ RBC കുറയും, അങ്ങനെ സർക്കുലേറ്ററി പ്രോബ്ലംസ് ഉണ്ടാവും. അത് കാർഡിയാക് പ്രോബ്ലംസിലോട്ട് അനീമിയയിലൊക്കെ പേഷ്യന്റിനെ എത്തിച്ചേർക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേഷ്യന്റ് കെയർ എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അതെന്താണ്? നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിനെ നമ്മളിവിടെ എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? എർഗണോമിക്സ് എന്ന് പറയുന്നത്. പേഷ്യന്റ് കെയർ എർഗണോമിക്സ് എന്ന് പറയുമ്പോൾ പ്രാക്ടീസ് ഓഫ് ഡിസൈനിങ് equipment and work tasks to conform to the capability of worker in relation to the patient. അതായത് പേഷ്യന്റിന് പ്രോപ്പർ കെയർ കൊടുക്കാൻ വേണ്ടി ആരാണോ വർക്ക് അവിടെ പണി ചെയ്യാൻ പോകുന്നത്, പേഷ്യന്റ് കെയർ കൊടുക്കാൻ പോകുന്നത്, അവർക്ക് capable, അവർക്ക് വേണ്ട രീതിയിൽ equipmentsഉം വർക്കും എല്ലാം അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുക. ഇതിനെയാണ് പേഷ്യന്റ് കെയർ എർഗണോമിക്സ് എന്ന് പറയുന്നത്. എർഗണോമിക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, അർജ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർമ്മ വേണം. നിങ്ങൾ എത്ര പേര് എഴുതിയെന്ന് അറിയില്ല. അർജ് എന്ന് പറയുന്നത് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോമിന്റെ സിംറ്റംസ് ആണ്. അതായത് യു എന്ന് പറയുമ്പോൾ അർജ് ടു മൂവ്, കാല് മെയിൻ ആയിട്ട് ലെഗ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുമ്പോൾ ലെഗിലാണ് വരുന്നത്. പെട്ടെന്ന് ഒരു മരവിപ്പും പെട്ടെന്ന് എന്താ പറയാ, നമുക്ക് കാലെടുത്ത് മൂവ് ചെയ്യണം എന്നൊക്കെ തോന്നുക. അർജ് ടു മൂവ്. എന്ന് പറയുമ്പോൾ റെസ്റ്റ് ഇൻഡ്യൂസ്ഡ്, അതായത് കാല് ഒരേ രീതിയിൽ റെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഗെറ്റ്സ് ബെറ്റർ വിത്ത് ആക്ടിവിറ്റി, ചലിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെ ഈവനിങ് ആൻഡ് നൈറ്റിലാണ് വേഴ്സണിങ് ആവുന്നത്. വൈകിട്ട് സമയങ്ങളിലും രാത്രി സമയങ്ങളിലാണ് കൂടുതൽ വേഴ്സണിങ് ആയിട്ട് മാറുന്നത്. അതാണ് ഈ അർജിന്റെ ഫുൾ ഫോം കേട്ടോ. അപ്പൊ അത് എന്തിന്റെ സിംറ്റംസ് ആണ്? റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം. റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്നാണ് അതിനെ അറിയുന്നത്. നെക്സ്റ്റ്, വെൻട്രോഗ്ലൂട്ടിയൽ സൈറ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ ഗ്ലൂട്ടിയസ് മീഡിയസും ഗ്ലൂട്ടിയസ് മിനിമസ്. അതായത് ഗ്ലൂട്ടിയസ് മീഡിയസ് ആണ് നമ്മൾ ഇഞ്ചക്ട് ചെയ്യുന്നതിന് താഴ്ഭാഗത്ത് അടിഭാഗത്തായിട്ട് കാണുന്ന മസിലാണ് ഗ്ലൂട്ടിയസ് മിനിമസ്.
C, gluteus medius and gluteus minimus. Okay. Next question. While assessing Mr. X with the Braden scale, എന്താണ് ബെഡ്സോർ അസസ് ചെയ്യുന്നതാണ് അല്ലെ? The score attained was 8. Normally എത്രയാണ് മാക്സിമം സ്കോർ എത്രയാണ് വരുന്നത് ബ്രാഡൻ സ്കെയിൽ? ദാറ്റ് ഇസ് 23 ആണ് അല്ലെ? 9 to 23 ആണെങ്കിൽ എന്താ അവിടെ പറയാ? നോ ചാൻസ് ഓഫ് ബെഡ്സോർ ആണ് അല്ലെ? അപ്പൊ ലെസ് ചാൻസ് അല്ലെങ്കിൽ നോ ചാൻസ് എന്നാണ് നമ്മളവിടെ പറയുന്നത്. ലെസ് ദാൻ 9 വരുമ്പോഴാണ് അവിടെ എന്ത് പറയുന്നത്? സോറി, 9ക്കാൾ കൂടുതൽ നോ ചാൻസ് അല്ല, ലെസ് ദാൻ 9 ആവുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? വെരി ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് മുകളിലോട്ട് വരുമ്പോൾ ഹൈ, മോഡറേറ്റ്, മൈൽഡ് ചാൻസ് ഓഫ് ബെഡ്സോർ. അത് ഓരോന്നിനും ഒരു ലെവൽ ഉണ്ട്. പിന്നെ എങ്ങനെയാണ്? ലെസ് ദാൻ 9 ആണ് ഏറ്റവും വെരി ഹൈ എന്ന് പറയുന്നത്. സോ ഇവിടെ 8 ആയതുകൊണ്ട് ഓപ്ഷൻ ഡി വെരി ഹൈ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, ലെസ് ദാൻ 9 ആയതുകൊണ്ട്. ഇനി 10 to 12 ആണെങ്കിൽ, സ്കോർ 10 to 12 ആണെങ്കിൽ ഹൈ ചാൻസ് ആണ്. അടുത്ത 13 to 14 ആണെങ്കിൽ മോഡറേറ്റ് ആണ്. 14 മേലെ ആണെങ്കിൽ മൈൽഡ് ചാൻസ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ കറക്റ്റ് ഓപ്ഷൻ വെരി ഹൈ ആണ്. നെക്സ്റ്റ്, വിച്ച് അമംഗ് ദ ഫോളോയിങ് ക്യാൻ ബി എക്സാമ്പിൾ ഓഫ് പാരാസോംനിയ? അതായത് ഉറങ്ങുന്ന സമയത്ത് അൺയൂഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ പാരാസോംനിയ എന്ന് പറയുന്നത്. ചലിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ ബെഡ് വെറ്റിംഗ് നടത്തുക, അറിയാതെ ചെയ്യുന്ന അല്ലെ, യൂഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അൺയൂഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പാരാസോംനിയ എന്ന് പറയുന്നത്. ഉറങ്ങുന്ന സമയത്ത് സ്ലീപ്പിംഗ് ടൈമിൽ നമ്മൾ അൺയൂഷ്വൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് നമ്മൾ അല്ലാത്ത സമയത്ത് യൂഷ്വൽ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, പക്ഷെ ഉറങ്ങുന്ന സമയത്ത് അത് അൺയൂഷ്വൽ ആണ് അല്ലെ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആക്ടിവിറ്റീസിനാണ് പാരാസോംനിയ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആൻസർ എന്യൂറസിസ് ആണ് കേട്ടോ. ഓപ്ഷൻ ബി എന്യൂറസിസ് ആണ് ആൻസർ വരിക, ബെഡ് വെറ്റിംഗ്. നെക്സ്റ്റ് വൺ, Fowler's position, head and trunk are very high. Fowler's position എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം that is 45 to 60 ആണ്. ഓപ്ഷൻ സി 45 to 60 ആണ്. സെമി ഫൗളേഴ്സ് ആയിരുന്നെങ്കിൽ 30 to 45 ആയിരുന്നു. ലോ ഫൗളേഴ്സ് ആയിരുന്നെങ്കിൽ 15 to 30 ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിസീസ് കണ്ടീഷൻ മാനിഫെസ്റ്റ് കോപ്ലിക് സ്പോട്ട്? കോപ്ലിക് സ്പോട്ട് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ്, മീസൽസ് ആണ് അല്ലെ, നമ്മൾ പഠിച്ചതാണ്. കോപ്ലിക് സ്പോട്ട് കാണുന്നത് മീസൽസിലാണ്. What is the name of opening that connects two atria of the heart? Fetal heart. Fetal heart രണ്ട് ഏട്രിയത്തിനും ഇടയിലായിട്ട് കാണുന്ന ആ ഹോളിനെ എന്താ പറയുന്നത്? foramen ovale. foramen ovale എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ്, which of the following is recommended volume of enema solution for normal infant? ഇൻഫന്റിന്റെ നോർമൽ enema solution എന്ന് പറയുന്നത് 250 ആണ്, ലെസ് ദാൻ 250 ആണ്. സോ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ്, നമ്മുടെ tracheoesophageal fistula, normal connection between trachea and esophagus ആണ് അല്ലെ, perforated connection between trachea and esophagus ആണെങ്കിൽ അവിടെ പേഷ്യന്റിന് ചോക്കിംഗ് ഉണ്ടാവും, കഫിംഗ് ഉണ്ടാവും, സൈനോസിസ് ഉണ്ടാവും, ബട്ട് there won't be any keilosis. കീലോസിന് ചാൻസ് ഇല്ല. കീലോസിസ് എന്താണ്? നമ്മുടെ മൗത്ത് കോർണറുകൾ ക്രാക്ക് ആകുക അല്ലെങ്കിൽ ഡ്രൈ ആകുക, ഇതിനാണ് കീലോസിസ് എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, നമ്മുടെ WIFS എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. WIF എന്ന് പറയുന്നത് weekly iron and folic acid supplementation program for adolescent girls and boys. അതായത് സ്കൂൾ ഗോയിങ് ചിൽഡ്രൻസിനാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, സിവിയർ ബേൺസ് വന്ന പേഷ്യന്റിന്റെ പ്രോട്ടീൻ റിക്വയർമെന്റ് ആണ്. സിവിയർ ബേൺസ് വന്ന പേഷ്യന്റ് ടിഷ്യൂ റിപ്പയർ ചെയ്യാൻ വേണ്ടി അവിടെ പ്രോട്ടീൻ കണ്ടന്റ് ആവശ്യമുണ്ട്. നോർമലി നമ്മൾ പറയുന്നത് 1.5 to 3 grams per kg ആണ്. ഇത് കൺഫേം ആയിട്ടില്ല. എന്റെ ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ എന്തായാലും അതിനേക്കാൾ കൂടുതൽ പ്രോട്ടീൻ വരാൻ ചാൻസ് ഇല്ല. സോ കറക്റ്റ് ഓപ്ഷൻ ഡി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പ്രൊവിഷണൽ വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്തേക്കാം. ഓക്കെ, ഡി ആണ് ആസ് പെർ മൈ ഒപ്പീനിയൻ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് 67th ക്വസ്റ്റ്യൻ. IMR എന്താണ്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഡെത്ത്സ് ഓഫ് ചിൽഡ്രൻ അണ്ടർ 1 year ഓഫ് ഏജ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ 1 വയസ്സിന് താഴെയുള്ള എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു? ബൈ ടോട്ടൽ ലൈവ് ബർത്ത് ഇൻ എ സെയിം ഇയർ. ആ ഒരു വർഷം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇൻറ്റു 1000. അപ്പൊ നമ്മുടെ 67th ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഒരു വർഷത്തിൽ 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾ മരിക്കുന്നതും ബൈ ടോട്ടൽ നമ്പർ ഓഫ് ലൈവ് ബർത്ത് ഇൻ ഇയർ ഇൻറ്റു 1000 ആണ്. നെക്സ്റ്റ്, നമ്മുടെ കാരിയോടൈപ്പ് 47
XXY വരുന്നത് ഏത് ഡിസീസ് എന്നാണ്, സിൻഡ്രോം എന്നാണ്. ഏതാണ്? ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം. ഓപ്ഷൻ സി ക്ലിൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ആണ് അതിന്റെ ആൻസർ. ഓക്കെ, ജെനറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. നെക്സ്റ്റ് കാൽസ്യം നോർമൽ ലെവൽ, സീറം കാൽസ്യം ലെവൽ എത്രയാണെന്നുള്ള ക്വസ്റ്റ്യൻ. അതിന്റെ ഓപ്ഷൻ ബി 8.5 to 10.5 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മുടെ പെന്റാവാലന്റ് വാക്സിനിൽ ഉൾപ്പെടാത്തത് ഏത്? പെന്റാവാലന്റ് വാക്സിനേഷനിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വാരിസെല്ല ആണ് അല്ലെ. വാരിസെല്ല മാത്രം പെന്റാവാലന്റ് വാക്സിൻ വരുന്നില്ല. DTP, എബ്, ഹെപ്പറ്റൈറ്റിസ് ബി ഇതെല്ലാം പെന്റാവാലന്റ് വാക്സിനേഷനിൽ വരുന്നതാണ്. വാരിസെല്ല വരുന്നത്. സോ കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. Next, which statement among the following is true as far as malnutrition അല്ല, maturation of graphene follicle. Graphene follicle maturation ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ട്രൂ ആയിട്ടുള്ള പോയിന്റ് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ. Maturation is influenced by both FSH and LH. ഓപ്ഷൻ സി ആണ്. Next, ICM stand for, ICM എന്താ? International Confederation of Midwives ആണ് ICM എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. Next, which of the following statement true as far as human placental development is concerned? Human placenta fetus നമ്മൾ പഠിച്ചപ്പോഴും പ്ലാസന്റ പഠിച്ചപ്പോഴും ഞാൻ അതുപോലെ പല ക്ലാസ്സുകളിലും പറഞ്ഞതാണ്. ഇത് നമ്മുടെ പ്ലാസന്റ ഡെവലപ്പ് ചെയ്യുന്നത് trophoblastic ലെയറിൽ നിന്നാണ് അല്ലെ. ഹ്യൂമൻ പ്ലാസന്റ is developed from trophoblastic layer. So ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സോഫ്റ്റനിങ് ആൻഡ് കംപ്രസിബിലിറ്റി ഓഫ് ദ ഇസ്മസ് എന്ന് പറയുന്നത് ഹെഗാർ സൈൻ. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഫസ്റ്റ് മൂവ്മെന്റ് ഓഫ് ഫീറ്റസ് ഏതാണ്? ഫെൽറ്റ് ബൈ പ്രഗ്നന്റ് മദർ, ദാറ്റ് ഈസ് ക്യുക്കനിങ്. ഓപ്ഷൻ ഡി ആണ്. Next, CST stand for, that is contraction stress test. Next, uterine polarity എന്ന് പറയുമ്പോൾ എന്താണ്? uterine polarity, the neuromuscular harmony between the two uterine segments throughout labor. That's the correct option. Option C, correct option. Okay, next, normally the duration of second stage of labor in primary mother varies. Primary mother second stage of labor എന്ന് പറയുന്നത് എത്ര വരെ വ്യത്യാസം വരാം എന്നുള്ളതാണ്. എന്താണ്? ഓപ്ഷൻ ബി 60 to 90 minutes ആണ് നോർമലി നിന്നും വ്യത്യാസം ചേഞ്ചസ് വരാൻ ചാൻസ് ഉള്ളത്. നെക്സ്റ്റ്, the number of deaths per 1000 live birth occurring in the first 12 months of life. ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ മരിക്കുന്ന മോർട്ടാലിറ്റി റേറ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്? ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, which among the following is not true as far as partograph is concerned? പ്രൊലോങ്ഡ് ലേബർ പ്രൊലോങ് ചെയ്യുന്നതിന് ചാൻസ് ഉണ്ടോ പാർട്ടോഗ്രാഫിനെ വെച്ചിട്ട്? ഇല്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആണ് ആൻസർ. ഇറ്റ് ഇൻക്രീസസ് ദ ചാൻസ് ഓഫ് പ്രൊലോങ് ലേബർ എന്നുള്ളത്. പ്രൊലോങ് ലേബറിന് ചാൻസ് ഉണ്ടാക്കുന്ന പാർട്ടോഗ്രാഫിന് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് വെച്ചിട്ട് ഇല്ല. ജസ്റ്റ് ഒരു റെക്കോർഡിംഗ് ആണ്. നമ്മൾ ജസ്റ്റ് ഫൈൻഡിങ്സ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പാർട്ടോഗ്രാഫി. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, by education I mean all round drawing out the best in child and men, body, mind and spirit. ഇത് ആര് പറഞ്ഞതാണ്? മഹാത്മാഗാന്ധി പറഞ്ഞതാണ്. നെക്സ്റ്റ്, 3 dimensional എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയാ? എല്ലാ 3 ഡയമെൻഷനിൽ നിന്നും വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏത് ടെക്നിക്കാണ്? ഏത് എയ്ഡ് ആണ്? ബ്ലാക്ക് ബോർഡ് ആണോ? ഇല്ല, അത് 1 dimension ആണ്. ചാർട്ടും 1 dimension ആണ്. ഫ്ലാഷ് കാർഡും 1 dimension ആണ്. മോഡൽ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? 3 dimensionally ഉള്ള ഒരു ടീച്ചിങ് എയ്ഡ് അവിടെ കിട്ടുന്നത്. ഓക്കെ, മോഡലാണ് 3 dimensional. സോ കറക്റ്റ് ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ലെക്ചർ മെത്തേഡ് അല്ലെ. ലെക്ചർ മെത്തേഡ് ആകുമ്പോൾ അവിടെ ലാർജ് ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് നമുക്ക് അവിടെ കിട്ടും അല്ലെ. ഇറ്റ്സ് ആൻ അഡ്വാൻറ്റേജ് അല്ലെ. നമുക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. നെക്സ്റ്റ്, ആൻഡ്രാഗോഗി എന്ന് പറയാം. ആൻഡ്ര എന്നുള്ള വേർഡിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ്? ഗിവിംഗ് അഡൽട്ട് എഡ്യൂക്കേഷൻ, നോട്ട് ചൈൽഡ് എഡ്യൂക്കേഷൻ, ദാറ്റ് ഈസ് അഡൽട്ട് എഡ്യൂക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ കണ്ടക്ടഡ് അറ്റ് ദ എൻഡ് ഓഫ് കോഴ്സ്? ഒരു കാര്യം കഴിഞ്ഞ് ഒരു കോഴ്സ് കഴിഞ്ഞ് അവസാനം കൊടുക്കുന്ന ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ അതായിരിക്കും കൺക്ലൂഷൻ ആയിരിക്കും അല്ലെ. അത് സമ്മേറ്റീവ് ഇവാലുവേഷൻ എന്നാണ് പറയുന്നത്. ഇത് നമുക്ക്
ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ ടൈപ്പ് ഓഫ് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സാമ്പിളിംഗ് ടൈപ്സ് ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. പ്രോബബിലിറ്റി സാമ്പിളിംഗിന്റെ ടൈപ്പ് ഏതാണ് വരുന്നത് ഇതില്? ബാക്കി പർപ്പസിയും കൺവീനിയൻസും കോട്ടയും നോൺ പ്രോബബിലിറ്റി ആണ്. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് മാത്രമാണ് പ്രോബബിലിറ്റി സാമ്പിളിംഗിൽ വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വേരിയബിൾ ദാറ്റ് ഈസ് മാനിപ്പുലേറ്റഡ് ബൈ റിസർച്ച്. അതായത് നമുക്ക് നമ്മുടെ റിസർച്ചറിനനുസരിച്ച് ഇഷ്ടങ്ങൾക്കനുസരിച്ച് താല്പര്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വരുത്താൻ പറ്റുന്ന ഫാക്ടർ ഏതാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ അതിന്റെ എഫക്റ്റ് ആണ്. ഓക്കെ, അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എഫക്റ്റ് നമുക്ക് ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതിനുള്ള കോസസ് അല്ലെങ്കിൽ അതിന്റെ ഒരു ഫാക്ടേഴ്സ്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇതൊക്കെ റിസർച്ചർ തീരുമാനിക്കുന്നത് പോലെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലെ? അതാണ് ഇൻഡിപെൻഡന്റ് ഫാക്ട് വേരിയബിൾസ് എന്ന് പറയുന്നത്. വേരിയബിൾസ് ഒരുപാടുണ്ട്, എക്സ്ട്രേനിയസ്, കണ്ടിന്യൂസ്, അങ്ങനെ കുറെ ഉണ്ട്. അതെല്ലാം ഒന്ന് നോക്കണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രെഡിക്റ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. അതായത് രണ്ടോ രണ്ടിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ പറയുന്നതിനെയാണ് സ്റ്റേറ്റ്മെന്റിനെ എന്ത് പറയുന്നത്? നമ്മൾ ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. റിസർച്ചിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചതാണ്, ഹൈപ്പോതെസിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സെൻട്രൽ ടെൻഡൻസിയിൽ വരുന്നത് ഏതാണ്? സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോൾ ഒരുപാട് വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ട് അതിനൊരു കോമൺ ആയിട്ടുള്ള ഒരു വാല്യൂ കണ്ടുപിടിക്കുന്നു. അതേതാണ്? അത് മീൻ മോഡ്, വേറെ ഒന്നുകൂടി ഉണ്ടല്ലോ, മീൻ മോഡ്, മീഡിയൻ. ഇത് മൂന്നുമാണ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ പഠിക്കുന്നത് അല്ലെ? വേരിയൻസും റേഞ്ചും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെ നമ്മൾ ഡിസ്പേർഷനിലാണ് പഠിക്കുന്നത്. മെഷർ ഓഫ് ഡിസ്പേർഷനിലാണ് അതൊക്കെ പഠിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഡിസൈൻ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. അതായത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന റിസർച്ച് ഏതാണ്? അത് എക്സ്പെരിമെന്റൽ ആണ്. അതായത് ബുക്കിലുള്ളതും ഓൾറെഡി എഴുതി വെച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ റിസർച്ച് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണ്. എക്സ്പെരിമെന്റൽ റിസർച്ച് എന്നുള്ളത് ഒരു ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. So experimental is the quantitative research. Next one, which is the nurse patient ratio in intensive care unit. Intensive care unit എന്ന critical area ആണ് അല്ലെ? അപ്പൊ അവിടെ എന്താണ്? 1:1 patient ആണ് nurse patient ratio എന്ന് പറയുന്നത്. Should be less than 2 എന്നുള്ളതാണ് കറക്റ്റ്. അപ്പൊ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 1:1 ആണ്. നെക്സ്റ്റ്, ബഡ്ജറ്റ് ഡിസ്ക്രൈബ്സ് ഡേ ടു ഡേ എക്സ്പെൻസസ് ഇൻ എ യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ മൊത്തമായിട്ടുള്ള ഡേ ടു ഡേ എക്സ്പെൻസസിന്റെ ബഡ്ജറ്റിനെയാണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. Operating budget. Next, assignment of authority to another person to carry out some specific responsibility. അതായത് ഒരാൾക്ക് നീ ഇന്ന കാര്യം ചെയ്യൂ, നീ ഇന്ന കാര്യം ചെയ്യൂ, നീ ഇന്ന കാര്യം ചെയ്യൂ എന്ന് എന്താ പറയാ, നമ്മൾ അങ്ങോട്ട് അവരോട് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. ഒരു നേതാവ് മറ്റുള്ള ഓരോരുത്തർക്കും അവരുടേതായ റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞു കൊടുക്കുന്നു, സ്പെസിഫിക് റെസ്പോൺസിബിലിറ്റീസ് നടപ്പിലാക്കാൻ പറഞ്ഞു കൊടുക്കുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? ഡെലിഗേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഓക്കെ, in which leadership styles the leader take decision without considering the opinion of followers. അതായത് ഒരു വ്യക്തി, ഒരു ലീഡർ ആയിട്ടുള്ള ഒരാൾ സ്വയം തീരുമാനങ്ങൾ എടുക്കുന്നു, മറ്റ് സബോർഡിനേറ്റ്സിന്റെ ഒന്നും അഭിപ്രായങ്ങളൊന്നും നോക്കാതെ തന്നെ സ്വയം എല്ലാം തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഓട്ടോക്രാറ്റിക് എന്ന് പറയുന്നത് അല്ലെ? ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, which ethical principle gives direction regarding telling truth. ethical principles എല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇതിൽ സത്യം മാത്രമേ പറയാവൂ എന്നുള്ള പ്രിൻസിപ്പിൾ ഏതാണ്? വെരാസിറ്റി. Getting informed written consent from a pre-operative patient consent. അതായത് നമ്മൾ ഒരു പേഷ്യന്റ് ഒരു ഓപ്പറേഷൻ നടക്കുന്നതിന് മുന്നേ, ഒരു സർജറി നടക്കുന്നതിന് മുന്നേ ആ പേഷ്യന്റ് നിന്ന് റിട്ടേൺ കൺസെന്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്തിനാണ്? ലീഗലി ആണ്, ലീഗൽ ആസ്പെക്ട്സിന് വേണ്ടിയിട്ടാണ് അല്ലെ? ലീഗലി നമുക്ക് പിന്നീട് ഒരു പ്രശ്നങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു പെർമിഷൻ, നമ്മൾ അവരുടെ ആ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അവർ ലീഗലി നമുക്ക് അനുവാദം തന്നതായിട്ടാണ് നമ്മൾ ആ റിട്ടേൺ കൺസെന്റ് വാങ്ങുന്നത്. അപ്പൊ അത് ലീഗൽ റെസ്പോൺസിബിലിറ്റി ആണ്. നെക്സ്റ്റ്, ഒരു വ്യക്തിയുടെ, ഒരു പേഷ്യന്റിന്റെ എല്ലാ കാര്യങ്ങളും എന്താ പറയാ, വിച്ച് ടൈപ്പ് ഓഫ് അസൈൻമെന്റ് ഇൻ വിച്ച് നഴ്സ് പ്രൊവൈഡ്സ് കംപ്ലീറ്റ് കെയർ അസൈൻ. അതായത് ഒരു പേഷ്യന്റിന്റെ കിട്ടിയാൽ, ആ ഒരു ഡ്യൂട്ടിക്ക് കിട്ടിയാൽ ആ പേഷ്യന്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിന് എന്താ പറയുക? നമ്മൾ കേസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. കേസ് മെത്തേഡ് എന്നാണ് പറയുന്നത്.
നെക്സ്റ്റ് ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ്സ് ആണ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ എല്ലാം പലതരത്തിലുള്ള ഇൻവെന്ററി കൺട്രോൾ ആണ്. പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റിനനുസരിച്ചുള്ള ഐറ്റംസിന്റെ കോസ്റ്റിനനുസരിച്ചുള്ള ഇൻവെന്ററി കൺട്രോൾ മെത്തേഡ് ആണെങ്കിൽ അതിനെ HML അനാലിസിസ് എന്നാണ് പറയുന്നത്. HML അനാലിസിസ്. ഓക്കെ, ബാക്കിയുള്ളതൊക്കെ നമുക്ക് പഠിക്കാം കേട്ടോ. നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചവർക്ക് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പഠിച്ചവർക്ക് അറിയാം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് പ്രൊപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഉണ്ടാക്കിയത് ആരാണ് അത് പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്? ഹെൻറി ഫയോൾ ആണ്. അതിൽ വരുന്ന ഒരു പ്രിൻസിപ്പിൾ ആണ് ഏത്? സ്കെയിലാർ ചെയിൻ. പ്രിൻസിപ്പിൾസ് എല്ലാം 14 പ്രിൻസിപ്പിൾസ് നോക്കി പഠിച്ചവർക്ക് അറ്റ്ലീസ്റ്റ് ഹെഡിങ്സ് എങ്കിലും നോക്കിയവർക്ക് ഈസി ആയിരുന്നതാണ്. അപ്പൊ ഇതാണ് 100 ക്വസ്റ്റ്യൻ നമുക്ക് ഇന്നലെ കിട്ടിയത്. അപ്പോൾ പൊതുവെ പറഞ്ഞാൽ എക്സാം ഭയങ്കര ടഫ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ടഫ് എന്ന് തോന്നുന്നതിന്റെ കാരണം എന്തായിരുന്നു? നമ്മൾ ഒരിക്കലും ഊന്നൽ കൊടുത്ത മീൻസ് ഇമ്പോർട്ടൻസ് കൊടുത്ത പോർഷൻസ് അല്ലായിരുന്നു വന്നത്. ഈ എല്ലാം ഈസി ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ എക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വെയിറ്റേജ് അല്ലായിരുന്നു ഓരോ സബ്ജക്ട്സിൽ നിന്നും ഉണ്ടായിരുന്നത്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സ്പെക്ട് ചെയ്ത മാനേജ്മെന്റ് മീൻസ് റിസർച്ചും ഒക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. സൈക്കോളജി നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പോലും എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എന്ന് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നിട്ട് അവിടെയും 8-9 ക്വസ്റ്റ്യൻസ് വന്നു. സൈക്കാട്രിക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു. മെഡ്സർജ് ആണ് കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മെഡ്സർജ്, പീഡിയാട്രിക്സ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നതേ ഇല്ല അല്ലെ. വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ വന്നുള്ളൂ അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ഒരു എക്സാം ഇത്ര ടഫ് ആണ് എല്ലാവരും പറയാൻ കാരണം. സാധ്യതയില്ല, താരമില്ല, കട്ട് ഓഫ് എന്തായാലും താഴ്ന്നു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇനി അവസരമുണ്ട്. DME അടുത്ത ഉടനെ വരുന്നുണ്ട്. നിങ്ങൾ ഒരാൾക്ക് മാത്രമാണ് പാടായിരുന്നെന്ന് വിചാരിക്കട്ടെ. എല്ലാവരും നിങ്ങളെ പോലെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പാടായിരുന്നാൽ എല്ലാവർക്കും പാടായിരുന്നു കാണും, ഈസി ആയിരുന്നാൽ എല്ലാവർക്കും ഈസി ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം എന്തായാലും റിസൾട്ടിൽ ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമുക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തുക. റൈറ്റ് ആൻസേഴ്സിന് 1 മാർക്ക് കൊടുക്കുക. റോങ് ആൻസേഴ്സ് അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യനിൽ നിന്ന് റോങ് ആൻസേഴ്സിന് എന്ത് ചെയ്യുക? 0.33 ഡിഡക്ട് ചെയ്യുക. മീൻസ് 3 ആൻസേഴ്സ് തെറ്റുമ്പോൾ 1 മാർക്ക് ഡിഡക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രൊഫഷണൽ കീ വരുന്ന ഉടനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഞാൻ ഇതിന്റെ ഏതെങ്കിലും ആൻസേഴ്സിന് കറക്ഷൻസ് ഉണ്ടെങ്കിൽ ഞാനത് കമന്റിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. DMEക്ക് തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം കാണുക. എന്താ പറയാനുള്ള അതിനെ ഒന്നുമില്ല അല്ലെ. അപ്പൊ എല്ലാം നന്നായിട്ട് പഠിക്കുക. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ ദ റിസൾട്ട് അല്ലെ. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ഓക്കെ, നല്ല റിസൾട്ട് തന്നെ എന്തായാലും കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്, നഴ്സിംഗ് ആസ്പിരൻസ്. താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പൊ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ കുറിച്ചും നമ്മുടെ നഴ്സിംഗ് ഫീൽഡിലുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഞാൻ ഏതായാലും ഫേസ്ബുക്കിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ അത് എഴുതുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഫ് യു ആർ വാച്ചിങ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, ബൈ ബൈ.